Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു എഴുതിയ പുസ്തകത്തിൽ മുതിർന്ന ശ്രീല പ്രഭുപാദിൻ്റെ ശിഷ്യന്മാരും പ്രഭുപാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ അവർക്ക് പ്രഭുപാദുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും തത്വങ്ങളും ആ സാക്ഷാത്കാരവുമാണ് അവർ വർണ്ണിക്കുന്നത്. നല്ലൊരു പുസ്തകമാണ്. ചെറിയ ചെറിയ പാരഗ്രാഫിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. സിദ്ധാന്ത പ്രഭു അടുപ്പിച്ചടുപ്പിച്ച് ചില കാര്യങ്ങൾ പറയും. പ്രഭുപാദ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞത് പലരുടെയും പാസ്റ്റ് ടൈം, പ്രഭുപാദുമായിട്ടുള്ള പാസ്റ്റ് ടൈം എല്ലാം കൂടെ കോർത്തിണക്കി ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അതിൽ ഒരു ഡിവോട്ടി ചിത്സുഖനന്ദ ദാസ് എന്ന് പറഞ്ഞൊരു ഭക്തൻ പറയുന്നൊരു കാര്യമാണ്. പ്രഭുപാദ് 1970 തുടക്കത്തിലാണ് മായാപൂർ, വൃന്ദാവൻ, ബോംബെ ടെമ്പിളുകൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രഭുപാദ് മുതിർന്ന പ്രീച്ചേഴ്സിനോടെല്ലാം ഫണ്ട് കളക്ട് ചെയ്ത് ഈ മായാപൂർ, വൃന്ദാവനം, ജുഹു ടെമ്പിൾസിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുതിർന്ന ഭക്തന്മാരെല്ലാം ആ ഒരു സേവനമാണ് ചെയ്തത്. ചിലർ ലൈഫ് മെമ്പേഴ്സ് കളക്ട് ചെയ്യും, ചിലർ സങ്കീർത്തനത്തിന് പോയിട്ട് കളക്ട് ചെയ്യും. അങ്ങനെ പല ഡിവോട്ടീസും പ്രോമിസ് ചെയ്ത് പല പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആ ടെമ്പിൾ കൺസ്ട്രക്ഷന് വേണ്ടി നിന്ന്. ഇപ്പം ചിത്സുഖനന്ദ പ്രഭു അതേപോലെ ഒരു സീനിയർ ആയിട്ടുള്ള പ്രഭുപാദിൻ്റെ ശിഷ്യനാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യാൻ പോയില്ല. പകരം അദ്ദേഹം ചെയ്തത് ഫാം കമ്മ്യൂണിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പോയത്. ഫാംസുകൾ അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹം ഗൃഹസ്ഥനുമാണ്, അതിൽ നിൽക്കാനാണ് പോയത്. അപ്പം അദ്ദേഹം ഫണ്ട് തുടക്കത്തിൽ കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഫാമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുപാട് ധനം വേണം. അപ്പം ആ സമയത്ത് പ്രഭുപാദ് 2 നിർദ്ദേശങ്ങൾ കൊടുത്തത് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം ഈ ഫാം കമ്മ്യൂണിറ്റി തുടങ്ങിയ സമയത്ത് പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ പുതിയതായിട്ടൊരു സന്യാസ ദീക്ഷ എടുത്തൊരു ശിഷ്യനുണ്ട്, ഒരു സന്യാസിയുണ്ട്, പ്രഭുപാദിൻ്റെ ശിഷ്യനാണ്. അപ്പം അദ്ദേഹത്തിനെ ഈ ചിത്സുഖനന്ദ പ്രഭുവിന് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സന്യാസിക്ക് നിന്റെ അണ്ടറിൽ നിന്ന് നിനക്ക് ട്രെയിൻഡ് അപ്പ് ആവാം, ഇദ്ദേഹത്തിനെ കൂടുതൽ ട്രെയിൻ ചെയ്യണം, അതേപോലെ നിന്റെ അണ്ടറിൽ ഇദ്ദേഹത്തിന് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിത്സുഖനന്ദ പ്രഭുവിനോട് പറഞ്ഞു. അപ്പം അതിൽ ചിത്സുഖനന്ദ പ്രഭു അത് ഒരു ഇൻസ്റ്റൻസ്. രണ്ടാമത്തെ ഒരു എന്ന് വെച്ചാൽ, ചിത്സുഖനന്ദ പ്രഭു കുറച്ച് ഫാമായി കുറച്ച് ധനമായി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് പ്രഭുപാദിന് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം പ്രഭുപാദിൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് ഇത്രയും ധനം എക്സ്ട്രാ ഉണ്ട് ഈ ഫാം കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, എനിക്ക് നിന്റെ ധനം വേണ്ട, നീ ആ ധനം നീ കയ്യിൽ വച്ചിരുന്നാൽ മതി, നീ അത് ആ ഫാം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ മതി എന്നുള്ള കാര്യം പ്രഭുപാദ് പറഞ്ഞു. ഇതിൽ ചിത്സുഖനന്ദ പ്രഭു പറയുന്ന 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ്. ഒന്ന്, പ്രഭുപാദ് ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടല്ല പ്രവർത്തിക്കുന്ന, ഇങ്ങനെ അച്ചിട്ട് വെച്ചതുപോലെ അല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ആ വ്യക്തി ആരോടാണ് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നത് അതിനോട് പൂർണ്ണമായിട്ട് ട്യൂൺ ചെയ്തിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന് ഇത് ചിത്സുഖനന്ദ പ്രഭു പറയുന്നുണ്ട്. ഫസ്റ്റ് അദ്ദേഹത്തിന് ഒരു സന്യാസി, ഒരു ഗൃഹസ്ഥന്റെ അണ്ടറിൽ നിന്ന് ട്രെയിൻഡ് അപ്പ് ആവാനായിട്ടാണ് പ്രഭുപാദ് പറഞ്ഞത്. സാധാരണ വർണ്ണാശ്രമ ഇതനുസരിച്ച് സന്യാസിയാണ് ഉയർന്നത്, ഗൃഹസ്ഥൻ താഴെ തലത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ പ്രഭുപാദ് ആ യുവസന്യാസിയെ ചിത്സുഖനന്ദ പ്രഭുവിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുക ചെയ്തത്. രണ്ടാമത്, സാധാരണ എല്ലാ ഡിവോട്ടീസും ശിഷ്യന്മാരും ധനം കളക്ട് ചെയ്ത് ആധ്യാത്മിക ഗുരുവിനാണ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ശ്രീല പ്രഭുപാദ് ഇദ്ദേഹം ധനം കൊണ്ടുവന്നപ്പം പ്രഭുപാദ് പറഞ്ഞൊരു കാര്യം, നീ ഈ ധനം കൃഷ്ണന്റെ സേവനത്തിന് തന്നെ ഉപയോഗിക്കും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ധനം കയ്യിൽ വെക്കാനായിട്ട് പറഞ്ഞു. അപ്പം ആധ്യാത്മികാചാര്യൻ ധനം ആവശ്യപ്പെടുന്നത് നമ്മൾ ആ ധനം ചിലപ്പോൾ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പം അത് ചെയ്യാതെ നമ്മുടെ ധനത്തിന് പ്രോപ്പറായിട്ട് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കാനാണ് കളക്ട് ചെയ്ത് ഗുരുവിന് കൊടുക്കാനായിട്ട് പറയുന്നത്. പക്ഷെ ഒരു മെച്ചുറായിട്ടുള്ളൊരു ശിഷ്യൻ ആ ധനത്തിനെ ഭഗവാന്റെ സേവനത്തിൽ തന്നെ ഉപയോഗിക്കുമെന്ന് കാണുമ്പം ഗുരു അദ്ദേഹത്തിനോട് അത് വച്ചിരിക്കാനാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇത് പല തലത്തിൽ നോക്കുമ്പം പ്രഭുപാദ് ആ ഒരു
നിർദ്ദേശങ്ങൾ ഒരു അച്ചിട്ട പോലല്ല കൊടുക്കുന്നത്. ആ വ്യക്തിയുടെ മനോഭാവം അനുസരിച്ചും അദ്ദേഹത്തിന്റെ യോഗ്യത അനുസരിച്ചും അദ്ദേഹത്തിന്റെ ഭക്തി അനുസരിച്ചുമാണ് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലായി എന്ന് ചിത്സുഗ്രന്ഥ പ്രഭു അവിടെ പറയുന്നു.